Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പോളിനോമിയൽസ് എന്താണെന്നുള്ളതും അതിനെ ജനറലായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതും സീറോസ് ഓഫ് ദ പോളിനോമിയൽ അല്ലെങ്കിൽ അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. ഒരു പോളിനോമിയലിൻ്റെ സീറോസും അതിൻ്റെ കോയിഫിഷ്യൻസ്, അതായത് കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു ലീനിയർ പോളിനോമിയൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എ എക്സ് പ്ലസ് ബി. ഈ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറയുന്നത് എയും എക്സിൻ്റെ കോയിഫിഷ്യൻ എ, അതുപോലെ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് ബി. ഇതും അതിൻ്റെ സീറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക്, ക്യൂബിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊരു ലീനിയർ പോളിനോമിയലിനെയാണ് ഞാൻ എ എക്സ് പ്ലസ് ബി എന്ന് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സീറോ കണ്ടുപിടിക്കാനായിട്ട് പുട്ട് എ എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു സീറോ. തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഈക്വൽ ടു സീറോ ചെയ്യുക. ദെൻ ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്താണ്? എ എക്സ് ഈക്വൽ ടു മൈനസ് ബി, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. സോ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ മൈനസ് ബി ബൈ എ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താവുന്നത്? സീറോ. ആ എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് പറയുന്നത് എന്താണ്? സീറോ ഓഫ് ദ പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി. സീറോ ഓഫ് ദ പോളിനോമിയൽ എ എക്സ് പ്ലസ് ബി. ഇത് ലീനിയർ പോളിനോമിയലിൻ്റെ കേസിൽ. അതുപോലെ ക്വാഡ്രാറ്റിക് വരുമ്പോഴേക്കും നമുക്ക് സെക്കൻഡ് ഡിഗ്രി ആണ് എക്സിൻ്റെ പവർ വരുന്നത് 2 ആണ്. അപ്പോൾ അവിടെ എക്സിന് നമുക്ക് കറസ്പോണ്ടിങ്ങിലി അറ്റ്മോസ്റ്റ് 2 സൊല്യൂഷൻസ് വരെ കിട്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. ഇനി അതും ഈ കോയിഫിഷ്യൻസും തമ്മിലുള്ള, സീറോസും ഈ കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള റിസൾട്ട് പറയുന്നതിന് മുമ്പ് ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു കൺസിഡർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2x² മൈനസ് 8x പ്ലസ് 6. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന പോളിനോമിയലിനെ ഈക്വൽ ടു സീറോ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് 2 കോമൺ എടുക്കാം. ഇതിന് ഫാക്ടറൈസ് ചെയ്യുക. ലീനിയർ ഫാക്ടേഴ്സായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സീറോഡ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആയിരിക്കും സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ഇപ്പോൾ 2 ഇൻറ്റു x² മൈനസ് 8x എന്നുള്ളിടത്ത് 2 കോമൺ എടുത്തേക്കുന്നുണ്ട്, മൈനസ് 4x പ്ലസ് 6 എന്നുള്ളതിൻ്റെ അകത്ത് നിന്ന് 2 കോമൺ എടുത്തേക്കുന്നുണ്ട്, പ്ലസ് 3 ഈക്വൽ ടു 0. ഇപ്പോൾ 2 ഇൻറ്റു x² മൈനസ് 4x പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 0 ആണോന്നുണ്ടെങ്കിൽ x² മൈനസ് 4x പ്ലസ് 3 0 ആയെങ്കിലേ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്തറിയാം, 2 is not equal to 0. ഇനി ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യാൻ പോകുന്നത്? പല പല ഫാക്ടറൈസേഷൻ നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഒരു മെത്തേഡ് പറഞ്ഞു തരാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയും. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് മിഡിൽ ടേം എന്ന് പറയുന്നത് 4 ആണ്, സൈൻ നെഗറ്റീവ് ആണ്. അപ്പം നമ്പർ 4 എന്ന് ഓർക്കുക. അപ്പം നമുക്ക് ഏത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്, ആഡ് ചെയ്യുമ്പോഴാണ് 4 കിട്ടുന്നതെന്ന് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3യും ആഡ് ചെയ്യുമ്പോൾ 4ഉം കിട്ടണമെന്നുണ്ടെങ്കിൽ ദ നമ്പേഴ്സ് 3 and 1. 3 ഇൻറ്റു 1 3 ആവുന്നുണ്ട്, 3 + 1 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ -4 വരണമെങ്കിലോ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ -4 വരണമെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആയിരിക്കണം. പക്ഷേ ഈ രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ഇൻറ്റു -3 ചെയ്യുമ്പോൾ അത് +3 ആവുകയും ചെയ്തുള്ളൂ. സോ അതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x² മൈനസ് ഈ 4xനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് x² മൈനസ് 3x മൈനസ് x പ്ലസ് 3 ഈക്വൽ ടു 0. അതായത് ഈ -4xന്, അതുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്നത് കേട്ടോ. മിഡിൽ ടേമിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് -4x എന്നുള്ളതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി? -3x മൈനസ് x. ഇതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെന്നത് നമ്മൾ ഈ ലാസ്റ്റ് ടേം പ്രൊഡക്റ്റ് ആയിട്ടും ഈ മിഡിൽ ടേം സമ്മായിട്ടും വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതാണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിനെ ഈ റീപ്ലേസ് ചെയ്യുന്നത്. -4 എന്നുള്ളതിന് -3 -1 എന്ന് വരച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇവിടുന്ന് എനിക്ക് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x മൈനസ് 3, ഇവിടുന്ന് -1 ഞാൻ കോമൺ എടുക്കാനായിട്ടൊന്നുമില്ല, ഞാൻ മൈനസ് പുറത്തേക്ക് എടുക്കുക. സോ -1 ഇൻറ്റു ഇവിടെയും കോമൺ എടുത്തിരിക്കുന്നുണ്ട് x മൈനസ് 3 വരും. ഇപ്പോഴും ഈ രണ്ട് ടേം എപ്പോഴും ഒരേപോലെ വരുത്തുന്ന രീതിയിലായിരിക്കും നമ്മൾ കോമൺ എടുക്കുന്നത് കേട്ടോ. അത് ഈ നമ്പേഴ്സ് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ഈ പ്രൊഡക്റ്റ് 3യും സം 4ഉമായിട്ടുള്ള രീതിയിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ അങ്ങനെ കോമൺ എടുത്തു കഴിയുമ്പോൾ ഈ x മൈനസ് 3 അല്ലെങ്കിൽ ഏത് നമ്പർ ആണെങ്കിലും ഒരേപോലെ വരുന്നത് പോലെ നമുക്ക് നമ്പേഴ്സ് കിട്ടും. സോ ഇനി ഇതിനെ പിന്നെയും x മൈനസ് 3 കോമൺ എടുക്കാം. x മൈനസ് 3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം x മൈനസ് 1
സോ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഇനി ഈ പ്രോഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ എക്സ് മൈനസ് 3 0 ഓർ എക്സ് മൈനസ് 1 0. എക്സ് മൈനസ് 3 0 ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3. എക്സ് മൈനസ് 1 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരുന്നു. ഇവിടെ നമുക്ക് 2 സൊല്യൂഷൻസും കിട്ടി. നമുക്കറിയാം ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് അറ്റ്മോസ്റ്റ് 2 സൊല്യൂഷൻസ് ആണ്. ഈ എക്സിൻ്റെ വാല്യൂ ചിലപ്പോൾ ഈക്വൽ ആയിട്ടും വരാം, ചിലപ്പം ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാതിരിക്കാം. അല്ലെങ്കിൽ മാക്സിമം എത്ര സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ? 2 സൊല്യൂഷൻസ്. ഇപ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂസ് കിട്ടി, 1 and 3. ഇനി നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ നമുക്ക് സീറോസ് കിട്ടി 3 and 1. ഇനി എന്താ ഇവിടുത്തെ കോയിഫിഷ്യൻസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ ജനറൽ ഫോം ax² പ്ലസ് bx പ്ലസ് c. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ ജനറൽ ഫോം. നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2x² മൈനസ് 8x പ്ലസ് 6. Therefore, a is equal to കമ്പയർ ചെയ്യുകയാണ്. a എന്ന് പറയുന്ന x സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ ദറ്റ് ഈസ് 2, b എന്ന് പറയുന്നത് -8 ആൻഡ് c എന്ന് പറയുന്നത് 6. ഇനി ഞാൻ സം ഓഫ് സീറോസ് കണ്ടുപിടിക്കാൻ പോവാണ്. സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ സീറോസ് ഏതൊക്കെയായിരുന്നു? 3 and 1. സോ സം ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ 3 + 1 ദറ്റ് ഈസ് 4. ഇനി ഞാൻ വേറൊരു റേഷ്യോ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ഈ ഒരു റേഷ്യോ ഞാൻ കൺസിഡർ ചെയ്യുവാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ദറ്റ് ഈസ് മൈനസ് വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എന്ത്? ബി. ദറ്റ് ഈസ് -8 ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ്. എ ഇവിടെ നമുക്ക് 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. -8 എന്ന് പറയുന്നത് 8/2 എന്ന് പറയുമ്പോൾ എത്ര വരും? 4. അപ്പോൾ നോക്കിയേ, സം ഓഫ് സീറോസ് നമുക്ക് ആൻസർ 4 ആയിരുന്നു കിട്ടിയത്. അതുപോലെ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്തപ്പോഴും എത്ര തന്നെയാണ് കിട്ടിയത്? 4. ഇങ്ങനെ ഏത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ കുറച്ചുകൂടി ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. കാരണം എന്താ? നമ്മളെപ്പോഴും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c എന്നാണ്. അതിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റാണ് എപ്പോഴും a എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻ b, കോൺസ്റ്റൻറ്റ് ടേം c. Therefore, sum of zeros is equal to minus coefficient of x by coefficient of x square എന്നുള്ളതിനെ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ പറയാം? മൈനസ് ബി ബൈ എ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു റിസൾട്ടും കൂടെ ഉണ്ട്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് സീറോസ് വന്നിരിക്കുന്നത് 3ഉം 1ഉം ആണ്. സോ 3 × 1 ദറ്റ് ഈസ് 3. ഇനി അടുത്തത് നേരത്തെ കൺസിഡർ ചെയ്തു അല്ല, ഇവിടെ കൺസിഡർ ചെയ്യുന്ന റേഷ്യോ ഇതാണ്. കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് ടേം ഏതായിരുന്നു? ദറ്റ് ഈസ് സി എന്ന് പറയുന്നത് 6 ആയിരുന്നു. ഞാൻ ആ പോളിനോമിയൽ ഒന്നുകൂടി ഇവിടെ എഴുതാം. 2x² മൈനസ് 8x പ്ലസ് 6 ഇതായിരുന്നു നമ്മുടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് 6 ആണ്. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ്. 6/2 അത് വന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി 3. അപ്പോൾ നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് സീറോസ് 3 ആയിരുന്നു. അതുപോലെ തന്നെ ഈ റേഷ്യോ, അതായത് കോൺസ്റ്റൻറ്റ് ടേം ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്തപ്പോഴും നമുക്ക് 3 തന്നെ കിട്ടി. അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയും? കോൺസ്റ്റൻറ്റ് ടേം ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്തെന്ന് പറയാം? കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് c ആണ്. അതുപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് a ആണ്. അപ്പം c/a. അപ്പം നേരത്തെ നമ്മൾ സം ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്ന് ഷോർട്ടായിട്ട് നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു c/a. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻഷിപ്പ് ഞാനിവിടെ ഇപ്പം നമ്മൾ എക്സിസ്റ്റ് ചെയ്തു. ഏതൊക്കെയാണ്? സം ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു
minus b by a and product of zeros equal to c by a. സീറോസും അതായത് ആ പോളിനോമിയലിലെ കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഈ റിസൾട്ട് നമുക്ക് ഓർത്തിരിക്കണം. വെരിഫൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ സീറോസ് കണ്ടുപിടിക്കുക, അതിനുശേഷം ഈ റിസൾട്ട് വെരിഫൈ ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x² + 5x - 2 ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് പോളിനോമിയൽസ് അതിൻ്റെ അകത്തൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് സീറോസ് കണ്ടുപിടിക്കണം. അതിനായിട്ട് 3x² + 5x - 2 = 0 ചെയ്യുക. ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആകുന്ന എക്സിൻ്റെ വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ 3x² + 5x - 2 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് പ്രോഡക്റ്റ് 3 × -2, പ്രോഡക്റ്റ് 3 × -2 -6, സം എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ ദറ്റ് ഈസ് 5. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് ടേം മാത്രമേ കൺസിഡർ ചെയ്തുള്ളായിരുന്നു അല്ലേ. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ സീറോസ് കണ്ടുപിടിക്കാൻ നേരത്ത് ഓൾറെഡി എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻ്റ് ഈവൻ ആയതുകൊണ്ട് കോമൺ പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ പോളിനോമിയൽ എന്ന് പറയുന്നത് x² - 4x + 3 എന്നുള്ള പോളിനോമിയലായിരുന്നു കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള വ്യത്യാസം തോന്നുന്നത്? ഇവിടെ x² കോഎഫിഷ്യൻ 1 ആണ്, പക്ഷേ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എക്സാമ്പിളിൻ്റെ അകത്ത് x² കോഎഫിഷ്യൻ 3 ആണ്. ഇപ്പോൾ 1 ആണെങ്കിൽ ഈ നമ്പർ, അതായത് 1 × 3 ആണ് നോക്കുന്നത്. പ്രോഡക്റ്റ് 1 × 3 സം -4 ആകുന്ന രണ്ട് നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ ആ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും x² കോഎഫിഷ്യൻ 3 ആയതുകൊണ്ട് പ്രോഡക്റ്റ് എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യണം? 3 × -2, 3 × -2 is -6 ആൻഡ് സം 5. അത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് തന്നെ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, പ്രോഡക്റ്റ് 6ഉം സം 5ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേക്കും 3ഉം 2ഉം ശരിയാവുന്നുണ്ട് അല്ലേ. 3 × 2 6 ആവുന്നുണ്ട്, 3 + 2 5ഉം വരുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രോഡക്റ്റ് മൈനസും വരണം, സം പോസിറ്റീവും വരണം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു രീതിയിലും സൈൻ, ഇപ്പോൾ 3ക്ക് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടുള്ളൂ. അപ്പോൾ 3ഉം 2ഉം പോസിബിൾ അല്ല. അപ്പോൾ അടുത്ത രണ്ട് നമ്പേഴ്സിന് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പ്രോഡക്റ്റ് -6. സോ ഞാൻ 6ഉം 1ഉം തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവാണ്. 6ഉം 1ഉം എടുത്ത് 6 × 1 6ഉം വരുന്നുണ്ട്. 6 - 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5ഉം കിട്ടും. അപ്പോൾ പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആവുകയും വേണം. സോ ഞാനിവിടെ വലിയ നമ്പർ, അതായത് സം പോസിറ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ, വലിയ നമ്പർ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഞാൻ 1ൻ്റെ പ്ലേസിൽ -1 കൊടുക്കുക. ഇനി ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. 6 × -1 -6 ആൻഡ് 6 + -1 ദറ്റ് ഈസ് 5. അപ്പോൾ പ്രോഡക്റ്റ് -6ഉം സം 5ഉം വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6 ആൻഡ് -1. ഇനി ഇതനുസരിച്ചിട്ട് ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. 3x² + 5x എന്നുള്ളതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 6x - x മൈനസ് ലാസ്റ്റ് ടേം അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല, =0. ഇനി ഈ രണ്ട് ടേമിൻ്റെ അകത്ത് നമുക്ക് കോമൺ എടുക്കാവുന്ന 3x കോമൺ എടുക്കാം. റിമൈനിങ് ടേം എന്ന് പറയുന്നത് x + 2. ഇവിടുന്ന് -1 കോമൺ എടുക്കാം, കാരണം ഇത് രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 2. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നടുക്കുള്ള ബ്രാക്കറ്റിനുള്ളിലുള്ള ടേം എപ്പോഴും ഒരേപോലെ തന്നെ വരും കേട്ടോ. ഇനി അടുത്തത് x + 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ റിമൈനിങ് 3x - 1 = 0. ഇനി എന്താ ചെയ്യേണ്ടത്? സെപ്പറേറ്റ് 0 ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ x + 2 = 0 ഓർ x + 2 = 0 ഓർ 3x - 1 = 0. x + 2 0 കൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ -2 കിട്ടും. അതുപോലെ തന്നെ ഇത് 3x - 1 = 0, 3x = 1 ഓർ x = 1/3. ഇവിടെ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി. ഇനി നമുക്ക് ആ റിസൾട്ടും കൂടെ ഇവിടെ വെരിഫൈ ചെയ്ത് നോക്കാം. എന്തായിരുന്നു നമ്മുടെ റിസൾട്ട്? സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് -2 ആൻഡ് 1/3. സം ഓഫ് സീറോസ് എന്ന് പറയുന്നപ്പോൾ എന്താ? -2 + 1/3 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് -6 + 1/3 ഓർ -5/3. സം ഓഫ് സീറോസ് നമുക്ക് -5/3 കിട്ടി. ഇതെന്തിനോട് ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് -b/a. ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് b എന്താണ്? a എന്ന് പറയുന്നത് 3, b എന്ന് പറയുന്നത് 5. അപ്പോൾ -b എന്ന് പറയുമ്പോൾ -5 / a is 3. ഇപ്പോൾ നോക്കിയേ, -b/a നമുക്ക് എന്ത് കിട്ടി? -5/3 എന്ന് കിട്ടി. അതായത് -b/a എന്ന് പറഞ്ഞാൽ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x². അതും നമുക്ക് -5/3 എന്ന് കിട്ടി. Therefore sum of zeros equal to -b/a. Therefore sum of zeros
ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സീറോസ്. പ്രോഡക്റ്റ് ഓഫ് സീറോസ്. നമ്മുടെ സീറോസ് -2 ആൻഡ് 1/3. അപ്പോൾ -2 ഇൻറ്റു 1/3 ദറ്റ് ഈസ് -2/3. ഇതെന്തിനോട് ഈക്വൽ ആണെന്ന് വെരിഫൈ ചെയ്യേണ്ടത്? സി ബൈ എ. സി എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് ടേം ദറ്റ് ഈസ് -2. പോളിനോമിയലിൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് ടേം -2 ബൈ എ എന്ന് പറയുമ്പോൾ 3. അതും എന്ത് തന്നെ കിട്ടി? -2/3. ഇനി കമ്പയർ ചെയ്ത് നോക്കിയാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് -2/3. സി ബൈ എ ഇസ് ഓൾസോ -2/3. Therefore, product of zeros equal to product of zeros equal to C by A. അപ്പം രണ്ട് റിസൾട്ടും പ്രൂവ് ചെയ്തു. സം ഓഫ് സീറോസ് ഈസ് -b by a and product of zeros is C by a, hence verified. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? സീറോസ് കണ്ടുപിടിക്കുക. അതിനുശേഷം സം ഓഫ് സീറോസ് -b by a ആണെന്നും പ്രോഡക്റ്റ് ഓഫ് സീറോസ് C by a ആണെന്നും പ്രൂവ് ചെയ്യുക. ഇതുപോലെ ആയിരിക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഈ റിസൾട്ട് നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാം. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിലെ സീറോസിനെ ആൽഫ എന്നും ബീറ്റ എന്നും റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് സീറോസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ആൽഫ പ്ലസ് ബീറ്റ. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? ആൽഫ ഇൻറ്റു ബീറ്റ. അപ്പം ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -b by a ആൻഡ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു C by a എന്ന് നമുക്ക് ഷോർട്ടായിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻസ് ഓഫ് എ പോളിനോമിയൽ എന്നുള്ളതായിരുന്നു. അതായത് സീറോസിനെയാണ് നമ്മളിപ്പോൾ ആൽഫ ബീറ്റ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരിക? എക്സ് കോഎഫിഷ്യൻ എ, എക്സിൻ്റെ കോഎഫിഷ്യൻ ബി, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് സി. അപ്പോൾ ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ആ റിസൾട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ വരും? സം ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -b by a which is equal to minus coefficient of x by coefficient of x square. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു C by a which is equal to കോൺസ്റ്റൻറ്റ് ടേം ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇത് വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.